മറ്റു കുട്ടികൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാൻ നമ്മുടെ മക്കൾക്ക് ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, നല്ലതുമാണ്. എന്നാൽ അത് വസ്ത്രത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്ന വസ്ത്രമായിരിക്കണ്ടേ? ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ സാരി ഉടുത്ത് പോകുന്നത് അത്ര കംഫർട്ട് അല്ല ബൈക്കിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ജീൻസ് ഇട്ട് പോകുന്നതാണ് കംഫർട്ട്. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ കാണുന്ന ഒരാൾ ഇവനൊരു മാന്യനായ മനുഷ്യനാണ് എന്ന് തോന്നുന്നത് നമ്മളുടെ ഡ്രസ് കോഡും കൂടെ കണ്ടിട്ടാണ്. വളരെ എന്താ പറയുക, വൾഗർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ വസ്ത്രധാരണം മാറുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് വരുന്നുള്ളൂ. പ്രമുഖമായിട്ടുള്ള ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലതാണ്, ഇത് മറ്റു പിള്ളേരിടുന്നതാണ്, അവർ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് നമ്മുടെ പിള്ളേരിട്ട് കഴിഞ്ഞാൽ മോശമല്ലല്ലോ. അങ്ങനെ ഒരു തോന്നലിൽ നിന്നും മേടിക്കുന്ന മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കടക്കാരനെ സംബന്ധിച്ചിടത്തോളം കടയിലോട്ട് ഒരുത്തൻ കയറി വരുന്നത് അവൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ് ആൾ കയറി വരണേന്ന്. അപ്പോൾ കടന്നു വന്നു കഴിയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ്, ഈ ഉൽപ്പന്നം നിനക്ക് ഏറ്റവും പറ്റിയതാണ്, നീ ഇത് കൊണ്ടുപോകണം എന്ന് അയാളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് കടക്കാരൻ്റെ ആവശ്യം. എൻ്റെ വാചക കസർത്ത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ശരിയാണ്, ഈ കൊച്ചി ഇട്ട് കഴിഞ്ഞാൽ, എൻ്റെ കൊച്ചി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവള് സിനിമാ താരത്തെ പോലെയാകും, അല്ലെങ്കിൽ ആ മോഡലിനെ പോലെയാകും എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് വിചാരിച്ചങ്ങ് പോകും. അതുകൊണ്ട് ഇത് ഇന്ന താരം ഇട്ട ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഇന്ന സിനിമയുടെ സ്റ്റൈലിലുള്ള ഡ്രസ്സാണ്. ഓരോ സിനിമയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ആ സിനിമയുടെ പേരിൽ ഓരോരുത്തരിങ്ങനെ ചുരിദാറുകൾ ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ സാരി ഇറക്കി വിടുന്നു, പാൻറ്റ് ഇറക്കി വിടുന്നു. ഇതിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോഴേക്കും ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താരത്തെ പോലെ ആകുമെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിച്ച് അതിൻ്റെ പുറകെ പോവുകയാണ്. സത്യത്തിൽ സ്വന്തമായിട്ടൊരു മൂല്യബോധത്തിൻ്റെ തുടർച്ച മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകരുന്ന നമ്മുടെ ഈ ഒരു പൈതൃകത്തിൻ്റെ ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് മുറിയാതെ കാക്കാനുള്ള ഒരു കണ്ണിയാണ് താങ്കളും ഞാനും. അതെ, നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ മാതാപിതാക്കളിലാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. അന്നേരം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ്, സൺഡേ സ്കൂളിൽ അനുഭവിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു കഴിക്കുമ്പോൾ അവർ നേരെ തിരിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ പിള്ളേരെ അങ്ങനെ നിങ്ങൾ നടത്തിക്കോ, ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇന്ന രീതിയിൽ നടത്തും. അതെല്ലാം മാതാപിതാക്കൾക്കും ഒരു വിചാരമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് മറ്റു കുട്ടികൾക്കാണ്. എൻ്റെ കുഞ്ഞ് വളരെ സേഫാണ്, എൻ്റെ കൊച്ചിന് യാതൊരു സ്വഭാവദൂഷ്യവും ഇല്ല, എൻ്റെ കൊച്ചിനെ ആരും ഉപദ്രവിക്കില്ല, എൻ്റെ കുട്ടി എപ്പോഴും സേഫായിരിക്കും, സുരക്ഷിതയായിരിക്കും, അല്ലെങ്കിൽ സുരക്ഷിതനായിരിക്കും എന്ന് എല്ലാ മാതാപിതാക്കളുടെയും ഒരു കൊതിയാണത്. ആ കൊതി സത്യമാണ് എന്ന് അവർ വിചാരിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന പത്രവാർത്തകൾ മുഴുവൻ കണ്ടാലും, ഇപ്പോൾ നമ്മൾ മുമ്പേ കേട്ടതുപോലെ 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദുരുപയോഗിച്ചു, 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദുരുപയോഗിച്ചു, 70 വയസ്സുള്ള വൃദ്ധയെ പീഡിപ്പിച്ചു തുടങ്ങിയ പദങ്ങളൊക്കെ, വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മുറിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം, ഇതൊരു കാഴ്ചപ്പാടിൻ്റെ വിഷയമാണിത്. ഇതിപ്പോൾ നമ്മുടെ ഒരു പൈതൃകത്തെ നമുക്ക് തുടരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അപകടകരമായ ഒരു കാലാവസ്ഥയാണ്. എഴുത്തുകാരനായ പെരുമ്പടവം ശ്രീധരനെ പോലുള്ളവരൊക്കെ ഈ കാലത്തെ വിളിക്കുന്നത് കെട്ടകാലം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടം കെട്ടുപോയിരിക്കുന്നു എന്നാണ്. മനുഷ്യനായി കാണാനുള്ള വെട്ടം കെട്ടുപോയി. ഇന്ന് മനസ്സിനെ രമിപ്പിക്കുന്ന മാധ്യമ ശൈലികളോടാണ് നമുക്ക് താല്പര്യം, അവതരണ ശൈലികളോടാണ് താല്പര്യം. അതുകൊണ്ട് അപ്പനെ അപ്പനായിട്ടും ആങ്ങളെയായിട്ടും പെങ്ങളെയും അമ്മയെയും പെങ്ങളുമായിട്ടുമൊക്കെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾക്കൊരു വെട്ടം വേണം, വെളിച്ചം വേണം. അത് കെട്ടുപോകുന്ന ഇടങ്ങളിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ പത്രവാർത്തകൾ. അതുകൊണ്ട് കെടാതെ ഇരിക്കുന്ന ചില മൂല്യങ്ങളുടെ വെളിച്ചം, അത് നമ്മുടെയൊക്കെ ക്രൈസ്തവ പാരമ്പര്യം മാത്രമല്ല, മറ്റ് മതസ്ഥരും ഇതേപോലെ തന്നെ വളരെ തീക്ഷ്ണതയോടും നിർബന്ധ ബുദ്ധിയോടും കൂടി അവരുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പരിശ്രമത്തിൻ്റെ ഒരു തീവ്രത ഈ കത്തോലിക്ക സമൂഹത്തിൽ നഷ്ടപ്പെടുന്നുണ്ടോ? നമുക്ക് ആരോടും അനുരൂപപ്പെടാനും പൊരുത്തപ്പെടാനും നമുക്ക് മടിയില്ല. നമ്മൾക്ക് തീക്ഷ്ണമായ തീവ്രതയുള്ള മൂല്യധാരകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അയഞ്ഞ മൂല്യങ്ങളുടെ അടിമകളാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ നമ്മളുടെ പെരുമാറ്റവും വസ്ത്രധാരണ രീതിയും ശരീരഭാഷയും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, ആരോടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു കത്തോലിക്ക വനിതയെ കണ്ടു കഴിഞ്ഞാൽ ഇവൾ കത്തോലിക്ക വനിതയാണോ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട വനിതയാണോ തിരിച്ചറിയണമെങ്കിൽ അവളുടെ ഒന്നുകിൽ മാമോദീസ പേര് ചോദിക്കണം, അല്ലെങ്കിൽ അതുപോലുള്ള തെളിവുകൾ നിരത്തേണ്ടി വരും. ശരീരഭാഷയിൽ നിന്നോ വസ്ത്രധാരണത്തിൽ നിന്നോ നമുക്ക് അത്തരത്തിലുള്ള തരംതിരിവുകളില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. എനിക്ക് അദ്ദേഹം ചോദിച്ച ചോദ്യം, ഒരു ഷോപ്പിൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ കാണുന്നതിൽ നിന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ വരികയാണ് അല്ലേ? അപ്പോൾ നമ്മൾ നിസ്സഹായരായി പോവാണ്. നമുക്ക്
നമ്മളുടെ ഒരു കത്തോലിക്ക ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പൊന്നും ഒരിടത്തും ഇല്ല, ഇല്ലേ? കാറ്റഗിസത്തിന് വേണ്ടി മാത്രം പോകാൻ ഉദ്ദേശിച്ചുള്ള വസ്ത്രം ആരും നിർമ്മിക്കുന്നില്ല. ഇതാണ് ചോദിച്ചത്, ഇല്ലേ? അതെ. അല്ല ചേച്ചി, അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് തോന്നണത് റോഹിച്ചൻ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഞാൻ പറയാം. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണത്, അപ്പൻ്റെയും അമ്മയുടെയും മനസ്സാണ് മക്കളുടെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം. എൻ്റെ മകൻ എന്ത് ധരിക്കണം എന്നുള്ള ഒരു കടയിൽ പോകുമ്പോൾ അവിടെ ഇട്ട് വെച്ചേക്കുന്ന സാധനം കാണുമ്പോൾ എൻ്റെ മകന് കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് മേടിച്ചു കൊടുക്കുക. താങ്കളുടെ മനസ്സാണത്, അത് ബാക്കിയുള്ളവർ തീരുമാനിക്കും. ഇതെന്താണ് ചേട്ടാ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു സമൂഹത്തിനൊരു പൊതു മനസാക്ഷിയുണ്ട്. നമ്മുടെ ക്രൈസ്തവ മനസാക്ഷി രൂപപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മുടെ ചിട്ടകളിൽ നിന്നും ശൈലിയിൽ നിന്നും നമ്മുടെ സഭാപിതാക്കന്മാർ 2000 വർഷങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്ന ക്രൈസ്തവമായ മൂല്യബോധത്തിൽ നിന്നുമാണ്. അത്തരം ബോധങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോഴാണ് നമുക്കൊരു പ്രതിസംസ്കാരം എന്ന പോലെ ഇന്ന് വരുന്നൊരു പ്രതിസംസ്കാരം അത് പലപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലൊരു ചർച്ച വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് താങ്കൾ എന്നോട് കാര്യം ചോദിച്ചത്. അതെ, അതുപോലെ തന്നെ നമ്മുടെ മനസാക്ഷി രൂപീകരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ ഇതിനകത്തുള്ള കാഴ്ചപ്പാടുകൾ, ഈ കാഴ്ചപ്പാട് ഒരു വ്യക്തിയെ കാണുന്ന കാഴ്ചപ്പാടും അതുപോലെ തന്നെ ആ മനസാക്ഷി രൂപീകരണവും. അതിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യം എന്നാണ്, ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിച്ചത്, നിങ്ങളുടെ കൊച്ചനിയത്തി ഇവിടെ ഒരു നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ നിങ്ങളിരിക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി വന്നിരിക്കുമ്പോൾ ആ കൊച്ചനിയത്തി കുളിയും കഴിഞ്ഞ് ഡ്രസ്സൊന്നുമില്ലാതെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മുമ്പിലൂടെ ഓടിപ്പോയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അന്നേരം എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അവളെ അടിക്കും, വഴക്ക് പറയും, അത് ചെയ്യും ഇത് ചെയ്യുമൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ റിപ്പോർട്ടിൽ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അവളെ എടുത്ത് ഉമ്മ വെക്കുമെന്ന് പറഞ്ഞു. അന്നേരം ആ ഒരു കാഴ്ചപ്പാടാണ്. അതെന്ന് വെച്ചാൽ ചെറിയ 2 വയസ്സുള്ളൊരു എൻ്റെ അനിയത്തിയായിരുന്നു. അത്രയുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് എന്തുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ആ ഒരു ന്യൂന അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് നമ്മൾക്ക് വളർത്തിയെടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആര് വളർത്തും എന്നുള്ളതാണ്. അതെ, അതാര് വളർത്തുമെന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം എന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ളവരെ പോലും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ഹൃദയബന്ധങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വകാര്യമായ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നത് കുടുംബത്തിലാണ്. ലഹരിയുടെ ഉപയോഗം, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, പുകവലി തുടങ്ങിയ മനസ്സിൻ്റെ സമനില തെറ്റിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉപയോഗം കൊണ്ട് പലരും സാമാന്യ ബോധത്തോടു കൂടി കുടുംബത്തിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയം വളരെ കുറവാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വീട്ടിലോട്ട് കയറി വരുമ്പം അവൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അവൻ്റെ കണ്ണിലോട്ട് നോക്കി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാഴ്ച വീട്ടിലിരിക്കുന്നവനും ഉണ്ടാകണമെങ്കിൽ അവനും സാധാരണഗതിയിൽ നോർമലായിട്ട് തന്നെ ചിന്തിക്കുന്നവരായിരിക്കണം. ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം ചാവറയച്ചൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ബന്ധങ്ങൾ, സുഹൃത്തുക്കളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർ പണമുള്ളവർ എന്നുള്ള രീതിയിൽ അവരെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ വലിയ അബദ്ധമാണ് കാണിക്കുന്നതെന്നാണ്. അതായത് യഥാർത്ഥത്തിലുള്ള ഈശ്വര വിശ്വാസമുള്ള സുഹൃത്തുക്കളെ, ദൈവവിശ്വാസം ധനമായി കരുതുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രമേ നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റാവുള്ളൂ എന്നാണ്. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ ഇതുപോലെ തന്നെ ഡ്രസ് കോഡുകൾ, നമ്മൾ സൺഡേ സ്കൂളിൽ, അതുപോലെ തന്നെ നമ്മളുടെ മതപരമായിട്ടുള്ള സ്കൂളുകളിൽ, ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ യൂണിഫോം നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് സൺഡേ സ്കൂളിൽ എന്തുകൊണ്ട് ഒരു യൂണിഫോം നടത്തിക്കൂടാ? തീർച്ചയായിട്ടും കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് പിന്തുണയ്ക്കേണ്ട ഒരു അഭിപ്രായമാണത്. ഒരു സ്കൂളിലേക്ക് കത്തോലിക്ക സഭയിലെ മതബോധനത്തിന് സൺഡേ സ്കൂളിൽ ഒരു ഡ്രസ് കോഡ് തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സ്കൂളിൽ പോകാൻ എല്ലാ ദിവസവും യൂണിഫോം, സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട്. പിന്നെ ആകെ ഞായറാഴ്ചയാണ് കുട്ടികൾ പുറത്തിറങ്ങുന്നത്. അന്നൊരു ഡ്രസ്സ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ ഒരു വർഷം ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ബന്ധുവീട്ടിൽ പോകാനോ വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ ചേച്ചി, നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കരുതെന്നല്ലോ. അല്ല, ചേച്ചി പറഞ്ഞത് നല്ല കാര്യമായിട്ടല്ലേ? അല്ല, ചേച്ചി നല്ല കാര്യമായിട്ടല്ല പറഞ്ഞത്, ചേച്ചി സങ്കടം പറഞ്ഞതാണ്. ഓ, അത് ശരി. ഞാൻ വിചാരിച്ച് 2 ദിവസം മതി. അങ്ങനെയല്ല. അല്ല, പുതിയ ഉടുപ്പ് നമ്മുടെ മക്കൾക്ക് പുത്തനുടുപ്പുകൾ വാങ്ങിച്ചു കൊടുക്കണം, തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കണം. അത് നമ്മുടെ മക്കൾക്കും നമുക്കും അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും മറ്റുള്ളവർക്ക് കൂടി തോന്നാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കണം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിനും എത്ര എണ്ണം വേണേലും മേടിച്ചു കൊടുത്തു. പുതിയ വസ്ത്രം മേടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കത് ഇടാനായിട്ടുള്ളൊരു ദിവസമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം പള്ളിയിൽ മാത്രമേ, അല്ല, ഇപ്പം നമ്മൾ സ്കൂളിൽ
സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങുന്നില്ല, പിന്നെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്നൊന്നും നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. ആവശ്യ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്ത് കൊണ്ടുപോകാം, ഔട്ടിങ്ങിനൊക്കെ പോകാനുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. അതിനൊക്കെയുള്ള സമയം കണ്ടെത്തണം. ഒപ്പം ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച മാത്രമേ പള്ളി പോകാവൂ എന്ന് വാശി പിടിക്കൊന്നും വേണ്ട. നമുക്ക് പള്ളി അടുത്തുള്ള വീടുകൾ ദിവസങ്ങളിൽ പള്ളിയിൽ പോകണം, കുർബാനയിൽ പോകണം. തീർച്ചയായിട്ടും അടുത്തുള്ള സ്കൂളുകളിൽ ഒത്തിരി പള്ളികളിൽ വീടിനടുത്ത് പള്ളിക്ക് അടുത്തുള്ള കുഞ്ഞുമക്കൾ പള്ളിക്കൂടത്തിൽ പോകുന്നതിന് മുമ്പ് സ്ഥിരമായി കുർബാനയിൽ പങ്കെടുക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. വലിയ പഠിക്കുന്ന കുട്ടികൾ വരെ പോകുന്നുണ്ട്. പല എഞ്ചിനീയറിങ്ങും പല മെഡിസിനും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടികൾ ദിവസവും കൊന്ത ചെല്ലുന്നു, ദിവസവും പള്ളിയിൽ പോകുന്ന കുട്ടികൾക്കാണ് ഫസ്റ്റ് റാങ്ക് നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള കുട്ടികൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല യുവജന സ്വരമാണ് ഇപ്പൊ കേട്ടത്. സ്കൂളിൽ ഭൗതികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല, കാരണം യൂണിഫോം തന്നെ വേണം. പക്ഷെ നമ്മൾ പള്ളിയിൽ നമുക്കും എന്തുകൊണ്ട് ഒരു ദിവസം നമ്മൾ പള്ളിയിൽ ആത്മീയമായിട്ട് വളർച്ച മറ്റൊന്നിനെ കഴിഞ്ഞും അതുണ്ടെങ്കിലേ ഭൗതിക വളർച്ചയിലും ഇത് ഒരുമിച്ച് പോവുകയുള്ളൂ. വേദപാഠം പഠിപ്പിക്കുന്നുണ്ട് മതാധ്യയം ഡ്രസ്സ് കൊണ്ട് ആത്മീയ വളർച്ച ഉണ്ടാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ക്ഷമിക്കണേ സാറെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പള്ളിയിലും അടുക്കത്തോടും ഒതുക്കത്തോടും ഭക്തിയോടും കൂടി നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ നമ്മുടെ പിള്ളേരെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം പള്ളിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ദേവാലയത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഓരോ സ്ഥലത്തും പെരുമാറേണ്ട രീതി അവർക്കൊരു പരിശീലനം കൂടിയാകും നമ്മൾ. കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഇത് ദേവാലയമാണ്, വിശുദ്ധ സ്ഥലമാണ് എന്നുള്ള രീതി. ഇത് പള്ളിയിൽ യൂണിഫോം നിർദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്രസരമാണ്. ഡ്രസ്സുകളുടെ വേണ്ടുന്നതും വേണ്ടാത്തതുമായുള്ള രീതിയിലുള്ള ഡ്രസ് ധാരണം കൊണ്ട് അച്ഛന്മാർ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് യൂണിഫോം ധരിക്കാൻ പറയുന്നത്. അല്ലാതെ ഒരു ദിവസം കൂടി അടുക്കും ചിട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ യൂണിഫോം എന്നുള്ളത് വിട്ടതിന് ശേഷം ഈ മക്കൾ പള്ളിയിൽ വരുമ്പോൾ അതിൻ്റെ അടുക്കും ചിട്ടയോട് കൂടി വളർന്നു വരിക. അത് ഈ SLC ഡിഗ്രി എല്ലാം +2 എല്ലാം കഴിഞ്ഞ് പുറമെ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ യൂണിഫോമാണ്, അവിടെ യൂണിഫോമല്ല. അപ്പോൾ യൂണിഫോം മാത്രം ഇട്ടകൾ മാത്രമേ ആവുള്ളൂ എന്നുള്ളതല്ല. അപ്പോൾ ഈ പള്ളികളിൽ യൂണിഫോം നിർബന്ധം പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല രീതിയിലും ബുദ്ധിമുട്ടുണ്ട്, മറ്റുള്ള ഡ്രസ്സുകൾ ധരിച്ചു വരുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഒരു വർഷമെങ്കിലും അച്ഛന്മാരിങ്ങനെ ഈ യൂണിഫോം എന്നുള്ള നിർബന്ധം പിടിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചേച്ചി എന്താണ് പറയുന്നത്? ആദ്യമേ തന്നെ എന്താണ് പഴയ കാലം മുതലേ ഇവിടെ നിലനിന്നിരുന്ന ഒരു ഇതിൽ, അതായത് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഡ്രസ്സ് എന്നുള്ള ആശയം, ചെറിയ കുട്ടിയെ പോലും ഡ്രസ്സ് ധരിപ്പിക്കണം എന്നുള്ള ആശയം വന്നതെന്ന് ചവറയച്ചൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പള്ളിയിൽ എങ്ങനെ വരണം അല്ലെങ്കിൽ ഏത് ഡ്രസ്സിട്ട് വരണം എന്നുള്ള രൂപത്തിലേക്ക് മാത്രം മാറിക്കഴിഞ്ഞാൽ മുഴുവനും നല്ല സ്യൂട്ടും കോട്ടും ഇട്ട് വരുന്നവരുടെ ഭാഗത്തു നിന്നും, അപ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അങ്ങനെ ഡ്രസ്സാണ് ഒരാളെ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നതല്ലേ അവരുടെ പേരൻസ് ആരാണെന്ന് തീരുമാനിക്കുന്നതെന്ന്. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് വളരെ മാന്യമായ വേഷവിധാനത്തോടു കൂടി നടക്കുന്ന ആളുകളും ഇമ്മോറലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഡ്രസ്സ് അതിനൊരു മാനദണ്ഡമാണില്ല. അവനവൻ്റെ മനസ്സ് എങ്ങനെയാണോ അത് വിശുദ്ധിയുള്ളതാണെങ്കിലാണ് പ്രധാനമായിട്ടും, അതിലാണ്ട് ഡ്രസ്സ് അതിനൊരു കോഡായിട്ട് മാറുന്നില്ല. നല്ലൊരു കൈയടി അടിക്കാവുന്ന ഒരു നല്ല കൈയടി കൊടുക്കുക ചേച്ചിക്ക്. നല്ലൊരു കമൻറ്റാണ് പറഞ്ഞത്, വളരെ നല്ല കമൻറ്റാണ് പറഞ്ഞത്. ഇനി അടുത്ത അതുപോലെ തന്നെ പള്ളി എന്ന് പറയുന്നത് അതിവിശുദ്ധമായ സ്ഥലമാണ്, ദൈവത്തിൻ്റെ തിരുസന്നിധിയാണ്. അപ്പം അവിടെ നമ്മൾ ഒരു കാഴ്ച വസ്തുവായിട്ട് വരുമ്പം അതിന് ബാക്കിയുള്ളവരെ കൂടി നമ്മൾ നമ്മുടെ സൈഡിലേക്കാണ് ആകർഷിക്കുന്നത്. അവിടെ നടക്കുന്ന ബലിയിലല്ല ബാക്കിയുള്ളവരുടെ ശ്രദ്ധ പോവുക. ഈ വന്നിരിക്കുന്നത് കൊള്ളാലോ, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ വന്ന് ആ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ മാത്രം ശ്രദ്ധിച്ചു പോകുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട്. പള്ളിയിൽ വരുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പെൺകുട്ടികളെ വായി നോക്കാൻ വരുന്ന അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ യൂത്ത് മാറിപ്പോകുന്നതിൻ്റെ കാരണം വസ്ത്രധാരണത്തിന് അതിൻ്റെതായ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ പേരെന്താണ്? പേര് ജിയോ. ജിയോ പറയുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതായത് ചാവറപ്പിതാവ് ഉദ്ദേശിച്ചത് വസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റ് മനസ്സും കൂടെ ധരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് മക്കൾ കേൾക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും മക്കൾ കേൾക്കുന്നുണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതും അപകടമാണെന്നാണ്. അപ്പോൾ അയൽവക്കക്കാരെക്കുറിച്ചും അനിയന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ ബന്ധുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, സംസാരത്തെക്കുറിച്ചും സംസാര ഭാഷയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ട് തരത്തിലാണ് വസ്ത്രഭാഷയും സംസാര ഭാഷയും ചാവറപ്പിതാവ് ഒരേ ഖണ്ഡത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഇടവകയിലുണ്ടായതാണ്.
അപ്പോൾ അവിടെ ഒരു കൊച്ചിങ്ങനെ സൺഡേ സ്കൂളിൽ ഇങ്ങനെ ഒരു വസ്ത്രം ശരിയല്ലാതെ വന്നപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ വരുന്നത്, മാറ്റണ്ടേ, വീട്ടിൽ വിളിച്ചോണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല അച്ഛ ഇത് ഇടുന്നത്, ഇത് എൻ്റെ അപ്പനും അമ്മയും നിർബന്ധിച്ചിടുന്നതാ. അപ്പോൾ ശരിക്കും ഈ കൊച്ചിന് താല്പര്യമില്ല ഈ ഡ്രസ്സ് ഇടാൻ, അപ്പനും അമ്മയും നിർബന്ധിച്ച് ആ കൊച്ചിനെ കൊണ്ട് ഈ ഡ്രസ്സ് ഇടിച്ച് പള്ളിയിലേക്ക് വിടുകയാണ്. അതായത് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണുകയാണ്. അപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ എന്ത് ധരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു, മകനും മകളും അല്ല. കടയിൽ പോകുമ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത്, ആര് ധരിക്കണം എന്ത് ധരിക്കണം നമ്മൾ തീരുമാനിക്കുകയാണ്. എന്ത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് ശരിയല്ലേ? മകളത് നിർബന്ധം പിടിക്കുകയാണ്, ഈ വള്ളി മാത്രമുള്ള സാധനം വേണം നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ധാർമ്മികമായ ചങ്കൂറ്റം അപ്പനും അമ്മയും കാണിക്കാത്തത് കൊണ്ടാണ് പല കുട്ടികളും പാതി വസ്ത്രധാരികളായിട്ട് നമ്മുടെ ദേവാലയത്തിൽ നിൽക്കുന്നത്. അങ്ങനെ മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നതിൻ്റെ ഒരു കാരണം ആകപ്പാടെ അവരുടെ ജീവിതത്തിൽ ഒരു കൊച്ചേ ഉണ്ടാവുള്ളൂ. അതിന് നിർബന്ധത്തിന് എല്ലാം വഴിയും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും, ഇല്ലെങ്കിൽ അതെന്തെങ്കിലും കൈടുകയും ചെയ്യുമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ യുവജനങ്ങൾ ഒരു ലോ വേസ്റ്റ് സംസ്കാരമാണ് ഇപ്പം. വേസ്റ്റ് സംബന്ധിച്ച് പോലീസ് നിയമം ശക്തമായ പിന്നെ ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ച് ഷർട്ട്, പാൻറ്, ബനിയന് ഇതിലൊതുങ്ങും അവരുടെ ഡ്രസ്സ്. പക്ഷെ പെൺകുട്ടികൾക്ക് എന്താ, അവർക്ക് വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ആണ്. പെൺകുട്ടികൾ ഇപ്പോഴും പലപ്പോഴും ആണുങ്ങളെ ഡ്രസ്സ് ധരിക്കാനാണ് അവർ കൂടുതലും താല്പര്യപ്പെടുന്നത് പലരും. ഇതിന് പരിഹാരമാർഗം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ എനിക്ക് 3 പിള്ളേരുണ്ട്. ഈ പിള്ളേർ LKG പോകാൻ തുടങ്ങിയ അന്ന് മുതൽ അവർക്ക് സ്കൂളിലൊരു യൂണിഫോം ഉണ്ട്. ആ ഡ്രസ് കോഡ് ഇട്ട് തന്നെയാണ് ഞാൻ വിടുന്നത്. ബാബു സാർ അത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല. ഈ നമുക്ക് പള്ളിയിൽ പോകുമ്പോഴും പഴയ കാരണവന്മാരാണെങ്കിൽ വെള്ള ഷർട്ട്, വെള്ളമുണ്ട്, നമുക്കറിയാം. അത് ആ ഒരു കോഡ് ഉള്ളതാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ ഡ്രസ് കോഡ്. അപ്പോൾ നമ്മൾ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഈ ക്രിസ്ത്യാനി ആണെന്ന് നമുക്ക് പുറത്തു പറയാൻ മടിയുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ശൈലി തുടരേണ്ടത് തന്നെയാണ്. ഡ്രസ് കോഡ് നമുക്ക് ആവശ്യമുള്ളതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു ചിന്തയിലേക്കാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ തുടങ്ങിയത് ചാവറേച്ചൻ്റെ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീടുകളിൽ കുഞ്ഞുമക്കളെ വസ്ത്രമിടാതെ നടത്തരുത്, കുഞ്ഞുങ്ങൾക്ക് ഉചിതമായ വസ്ത്രധാരണത്തിൽ അവരെ വളർത്തണം എന്നുള്ളൊരു ചിന്തയാണ് ചാവറ പിതാവ് പങ്കുവച്ചത്. നമുക്ക് വേണ്ടത് ഒരു വിശ്വാസം തുടരാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹത്തിലെ ഉത്തരവാദിത്വപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, അവർ ഒരു ശരീരഭാഷ, ആ വിശ്വാസത്തെ മറ്റ് സമുദായവും മറ്റ് സമൂഹവും മറ്റ് കാലവുമായി സംവദിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ശരീരഭാഷ, വിശ്വാസത്തിൻ്റെ ഒരു ശരീരഭാഷ, അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു ക്രൈസ്തവ ശരീരഭാഷ, എ ക്രിസ്ത്യൻ ബോഡി ലാംഗ്വേജ്, അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിച്ചാൽ നമ്മൾ നിലനിർത്തുന്നത് നമ്മുടെ മാത്രം ഐഡൻറ്റിറ്റിയല്ല, തനിമയല്ല, പകരം മറ്റ് മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തുന്ന ഒരു സമൂഹമാണ് എന്ന് ഒരു പ്രഖ്യാപനം കൂടിയാണ് അവിടെ നമ്മൾ നടത്തുക. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഉചിതമായ വസ്ത്രധാരണം സ്വീകരിക്കാം എന്ന് പറയുമ്പോഴും അത് പരസ്പരം വിശ്വസിക്കാനും പരസ്പരം ആദരിക്കാനും, വസ്തുവായിട്ടല്ല, ഉപയോഗിക്കപ്പെടാനല്ല, വ്യക്തിയായിട്ട് ആദരിക്കാൻ കഴിയുന്ന, ദൈവത്തിൻ്റെ മകനും മകളുമായി പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല വസ്ത്രധാരണത്തിലേക്ക്, ഒരു വസ്ത്ര സംസ്കാരത്തിലേക്ക്, ഒരു വസ്ത്രഭാഷയിലേക്ക് ഉയർന്നു വരുവാനുള്ള ഒരു കാഴ്ചയും കാഴ്ചപ്പാടും നമുക്കുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത താമരശ്ശേരി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള അൽമായ നേതാക്കൾക്ക്, മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി നേരുന്നു. നന്ദി, നമസ്കാരം.